ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കേക്ക് കട്ട് ചെയ്യണത് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാന്ന്. ഇതെന്റെ കെട്ടിയോട് എനിക്ക് സർപ്രൈസ് തന്നാട്ടോ. സാധാരണ പുള്ളിക്കതിന് പറ്റാറില്ല, ഞാൻ കണ്ടുപിടിച്ചത് പൊളിക്കാറാണ് പതിവ്. ഇത് പിന്നെ പുള്ളിയുടെ എന്തോ ഒരു ഭാഗ്യത്തിന് ശരിയായതാ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ നാളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞാട്ട് ഇരുന്നേ. അപ്പൊ ഞങ്ങളാണ് ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞു വന്നിട്ട് ആളിപ്പോ വരാന്ന് പറഞ്ഞ് പുറത്തു പോയതാ. അപ്പൊ നാളെ അവിടെ പോയിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ കേക്ക് വാങ്ങിച്ചു മുറിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആള് പോയിട്ട് വന്നപ്പോ എവിടെന്നോ ഒരു കേക്ക് ഒപ്പിച്ച് തന്നേക്കാ. ഞാനാണ് ഈ കേക്ക് കട്ട് ചെയ്യുമ്പോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വെച്ചിരുന്നാ. ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഞാൻ ഒരുങ്ങെങ്കിലും ഇരുന്നേനെ. ഇപ്പൊ ഞാൻ ഇട്ട ഡ്രസ്സിലാണ് കേക്ക് കുറിക്കണേ. ഞാനിതേ കേക്ക് എടുത്തപ്പോ തന്നെ കേക്കിലൊരു പാടാക്കി വെച്ചു. എന്ത് ഭംഗിയുണ്ടായിരുന്ന കേക്കായിരുന്നു നോക്കി. ഇത് പിന്നെ ആളുടെ ഐഡിയ ആയി പോയി, അതുകൊണ്ടാ പിന്നെ ഒന്നും പറയാഞ്ഞേ. എന്നിട്ട് ഇതേ ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും ആ കേക്കിന്റെ ഒരു ലുക്ക് പോയില്ലേന്ന് ഒരു സംശയം. അങ്ങനെ നമ്മള് കേക്കൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ ഈ ഒരു ദിവസം ഏറ്റവും മിസ് ചെയ്യണത് എന്റെ ഉമ്മാനെ കേട്ടോ. എന്താന്ന് വെച്ചാ അതെങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഉമ്മാനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഉമ്മാനെ കുറിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ പറയാൻ കുറേ ഉണ്ട് ട്ടാ. Happy birthday to തന്നില്ല. അങ്ങനത്തെ ഞാനും മോനും കൂടെ കേക്കൊക്കെ മുറിച്ച് അവന് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അവനാണെങ്കിൽ കുഞ്ഞു ആവിയാട്ടോ. അവന് 7 മാസമായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ എല്ലാവരും ചോദിക്കാറുണ്ട് അവന് എത്ര മാസമായിന്ന്. അവന് 7 മാസമായി. പിന്നെ അവന്റെ പേരെന്താന്ന് ഇപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവന്റെ പേര് സായിദ് എന്നാട്ടോ. പിന്നെ ഇവന് പേരിട്ടത് ഞാനല്ല കേട്ടോ, ഇക്കാടെ ഇഷ്ടത്തിന് ഇട്ടതാ. എനിക്ക് അതിന് പേരിടുന്ന കാര്യത്തില് അതിന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിപ്പോ ഇക്ക പറയണതാ. എന്നിട്ട് പറയാ നിനക്ക് ഇഷ്ടമുള്ള ഒരു പേര് കണ്ടുപിടിക്കുക, ആൺകൊച്ചിന്റെ പേരും ഒരു പെൺകൊച്ചിന്റെ പേരും നീ കണ്ടുവെക്കി, എന്നിട്ട് പിന്നെ ജനിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞതാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കിട്ടിയില്ല. പിന്നെ ഞാനാണെങ്കിൽ ബാക്കി എല്ലാ കാര്യവും അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ സെറ്റാക്കി വെച്ചതാ. പേര് മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇക്ക വന്നപ്പോൾ ഇക്ക ഇട്ട പേരാ സായിദ്. പിന്നെ അത് മാത്രമല്ല ഇവനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇവൻ ആൺകൊച്ചാന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എൻ്റെ മനസ്സിൽ പെൺകൊച്ചാന്ന് തന്നെയായിരുന്നു. ലേബർ റൂമിൽ വെച്ച് ഡോക്ടർ ഇവൻ ആൺകുട്ടിയാന്ന് എന്നോട് പറയണേക്കാളും മുന്നേ അവിടെ പറയണ ഞാൻ കേട്ടു. ശരിക്കും ഇവൻ ജനിക്കണേക്കാളും തൊട്ട് മുമ്പ് വരെ ഞാനും പെൺകുട്ടിയാന്ന് തന്നെയാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇക്ക എപ്പോഴും പറയൂട്ടാ ഇത് പെണ്ണാന്ന്. പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ നമ്മളെന്താ പറഞ്ഞു എന്ന് വെച്ചാൽ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മൾ മൂത്തുമാടെ വീട്ടിലോട്ട് പോവാട്ടോ. ഇക്ക പിന്നെ രാത്രി കേക്ക് കൊണ്ട് വന്നപ്പോൾ 12 മണി കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അവരൊന്നും വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ കേക്കായിട്ട് ഇങ്ങോട്ട് പോന്നു. ആകപ്പാട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ബന്ധുക്കൾ ഇവരാണ്, ബാക്കി എല്ലാവരും കുറച്ച് ദൂരെയാ. പിന്നെ ഇക്ക സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുത്താലും നമുക്ക് ഇവരാരും വിളിക്കാൻ പറ്റിയില്ല. ഇതെന്റെ മൂത്തുമ്മയാണ്, ഇതെന്റെ മൂത്താപ്പയാണ്. നിങ്ങൾ എൻ്റെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവരിനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൂത്തുമ്മ എന്ന് പറയുമ്പോൾ പിന്നെ 2 ബന്ധം കൂടി ഇട്ടാ. എൻ്റെ ഉമ്മാടെ ചേച്ചിയാണ്, വാപ്പാടെ ചേട്ടനുമാണ്. അവിടെ ഒരു ലവ് സ്റ്റോറി ഒളിഞ്ഞിടക്കണ്ടിട്ടാ എൻ്റെ വാപ്പാടെ ഉമ്മാടെയും. അവിടെ നിൽക്കണ്ടായിരുന്ന മൂത്തുമ്മയില്ലേ, ആ മൂത്തുമ്മാടെ അനിയത്തിയാണ് എൻ്റെ ഉമ്മ. പിന്നെ മൂത്താപ്പാടെ അനിയനാണ് എൻ്റെ വാപ്പ. അവര് രണ്ടുപേരും കല്യാണത്തിന് ശേഷം കണ്ട് സ്നേഹിച്ച് കെട്ടിയതാണ് എൻ്റെ വാപ്പയും ഉമ്മയും. അതൊന്നും ഇനി പറഞ്ഞിട്ടേ ഇല്ല, അതൊക്കെ ഒരു കാലം. അങ്ങനത്തെ നമ്മൾ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ നാത്തൂനാണെങ്കിൽ നല്ല പണിയിലായിരുന്നു. നേരെ ഞാൻ ഓരോന്ന് വിളിച്ചെണിപ്പിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവൾ ഉറക്കത്തിൽ നിന്ന് കുത്തിയണിപ്പിച്ചതിനിപ്പോൾ ഒരു സമാധാനം. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ടൗൺ എത്തിയപ്പോഴേക്കും വിശപ്പിൻ്റെ ഒരു വിളി. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങളങ്ങനെ രാവിലെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല, പിന്നെ എന്തോ ഒരു വിശപ്പ്. അങ്ങനെ നമ്മൾ അപ്പോൾ മുട്ടക്കറിയൊക്കെ മേടിച്ച് കഴിച്ചു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മൂവാറ്റയ്ക്ക് പോയിട്ടാ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.